ഹായ് ഹലോ അസ്സാം വലൈക്കും. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ? ഞാനൊക്കെ ഇവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ടുള്ളൊരു ദിവാലി സ്പെഷ്യൽ ക്രാഫ്റ്റാണ് ചെയ്യുന്നത്. പേപ്പർ ക്രാഫ്റ്റാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് 2-3 കളേഴ്സൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യം അതിലൊരു ഗ്രീൻ കളറ് പേപ്പർ എടുക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ അതിനൊരു 16 സെൻറ്റിമീറ്റർ നീളം അതുപോലെ ഒരു 4 സെൻറ്റിമീറ്റർ വീതിയുള്ള ഒരു പീസ് ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ബാക്കി കളർ പേപ്പറിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു സിൽവർ കളർ പേപ്പർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് ഗ്ലിറ്റർ പേപ്പർ അല്ല, കുറച്ച് തിന്നായിട്ടുള്ളൊരു കളർ പേപ്പർ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഈ ഗിഫ്റ്റൊക്കെ റാപ്പ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് പേപ്പറാണ്. അപ്പോൾ ഒരു ഷീറ്റിന് ഒരു A4 ഷീറ്റിന് ഒരു 2 റുപ്പീസ് അങ്ങനെ എന്തോ ആയിരുന്നു റേറ്റ് ഉണ്ടായിരുന്നത്. മുമ്പ് ഞാൻ ക്രിസ്മസ് ക്രാഫ്റ്റ് ചെയ്യാൻ വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ അതിലുള്ള ഒരു സിൽവർ കളറ്, പിന്നെ പിങ്ക്, ലൈറ്റ് ബ്ലൂ, ലൈറ്റ് ഗ്രീന്. അപ്പോൾ ഇതിന് ഓരോ കളറിനും ഞാൻ 2 പീസ് വീതം ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ ആ ഒരു ബ്ലൂ പീസിൽ നിന്ന് ഞാനിതാ 4 സെൻറ്റിമീറ്റർ വീതിയായിരുന്നല്ലോ. അപ്പോൾ നമ്മൾ 4 ലൈൻസായിട്ട് ഓരോ സെൻറ്റിമീറ്റർ വെച്ചിട്ട് ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ 4 സെൻറ്റിമീറ്ററിൻ്റെ ഒരു പീസിൽ നിന്ന് 4 പീസായിട്ട് ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ബാക്കി എല്ലാ പേപ്പറിനും ഇതുപോലെ ഒന്നിങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു 4 പീസിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് അതിൻ്റെ നടുക്ക് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് വേറൊരു പീസ് ഒന്നിങ്ങനെ വെച്ച് കൊടുക്കുകയാണ്, ഒരു പ്ലസ് പോലെ. എന്നിട്ട് അതിൻ്റെ മേലെ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് വേറൊരു പീസ്. അപ്പോൾ അങ്ങനെ നമ്മൾ 4 പീസായിട്ട് ഇതുപോലെ ക്രോസ് ആയിട്ടൊന്നിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ ഫെവിക്വിക്കാണ് യൂസ് ചെയ്യുന്നത്. അതിന് പകരം നിങ്ങൾക്ക് ഫെവിക്കോളൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. പക്ഷേ കുറച്ച് മാത്രം ഗ്ലൂ അപ്ലൈ ചെയ്താൽ മതി. പേപ്പർ ആയതുകൊണ്ട് ഒരുപാടങ്ങ് വെറ്റായിട്ട് കീറിപ്പോവും. അപ്പോൾ അങ്ങനെ 4 പീസ് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മളത് ഇതുപോലെ ഒരു പീസിൻ്റെ ടിപ്പിലൊന്ന് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ അതൊന്ന് ഇതുപോലെ നടുക്കേക്കായിട്ടൊന്നിങ്ങനെ പിടിക്കുകയാണ്. എന്നിട്ട് അതിൻ്റെ ടിപ്പിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് വേറൊരു ഓപ്പോസിറ്റ് ആയിട്ടുള്ള വേറൊരെണ്ണം അപ്പോൾ അങ്ങനെ ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അടുത്തൊരു പീസ് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക. നമ്മൾ ആ ടിപ്പിൽ മാത്രം ഗ്ലൂ അപ്ലൈ ചെയ്യുന്നേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ടൊന്ന് സ്റ്റിക്ക് ആയതിന് ശേഷം വേറൊരു പീസ്. അപ്പോൾ അങ്ങനെ നമ്മൾ 8 എണ്ണം വെച്ചിട്ടൊന്നിങ്ങനെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഭയങ്കര ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ, നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. കുറഞ്ഞൊരു മെറ്റീരിയൽ മാത്രം മതി. നമ്മൾ ചെറിയൊരു പീസാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കറക്റ്റ് എല്ലാ പീസും നമ്മൾ ഒട്ടിച്ച് വരുന്ന സമയത്ത് നല്ല ഭംഗിയായിട്ടുള്ളൊരു ബോളിൻ്റെ ഷേപ്പിലാണ് കിട്ടുക. നമുക്കത് കുട്ടികളുടെ റൂമൊക്കെ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടൊരു ക്രാഫ്റ്റ് തന്നെയാണ്. ഇപ്പോൾ കണ്ടില്ലേ, നല്ല രസമായിട്ട് തന്നെ നമുക്കൊരു ഡെക്കറേറ്റ് ചെയ്യാനുള്ളൊരു ബോൾ പോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഒന്നിങ്ങനെ ഒട്ടിക്കുന്ന കാണിക്കാം. അപ്പോൾ ഞാനിവിടെ ഗ്രീൻ കളർ പേപ്പർ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ നിന്ന് ഒരു 4 പീസ് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഓരോന്നിൻ്റെ നടുക്കായിട്ട് കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് ഒന്നിങ്ങനെ ആദ്യം പ്ലസ് പോലെ പിന്നെ അതിൻ്റെ ക്രോസ് ആയിട്ട് അപ്പോൾ അങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാം കൂടെ ഇങ്ങനെ ജോയിൻ ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ ഓരോ സ്ഥലത്തും ഇങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്ത് പിന്നെ അതെടുത്ത് പിന്നെ വീണ്ടും ഗ്ലൂ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കുറച്ചൊരു പാടായിട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എല്ലാ ഭാഗത്തും ഒന്നിങ്ങനെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആകുന്ന സമയത്ത് നമുക്ക് ഓരോന്നായിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഒട്ടിച്ച് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മളുടെ രണ്ടാമത്തെ ഒരു ഗാർലാൻഡ് ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു സിൽവർ കളറിൽ ചെയ്യുന്നത് നോക്കാം കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ ഇതുപോലെ 4 പീസ് ഇങ്ങനെ ആദ്യം ഒട്ടിച്ചെടുത്തു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എല്ലാത്തിലും ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് നമ്മൾ ഒട്ടിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ സമയത്ത് ഞാൻ ഒട്ടിക്കുന്നത് ഓരോന്നും ഇങ്ങനെ ഓപ്പോസിറ്റ് ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ രണ്ടാമത്തെ ഒട്ടിച്ചു, അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട്. അപ്പോൾ അങ്ങനെ ഒട്ടിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി ഒരു നല്ലൊരു ഷേപ്പിൽ കിട്ടുന്നുണ്ട് എന്നുള്ളത്. അങ്ങനെ നമ്മളിവിടെ ഒരു 8 ഗാർലൻഡ് ബോൾസാണ് ഇവിടെ ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അല്ലേ? ഭയങ്കര ഈസി ആയിട്ടാണ് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതായാലും. അപ്പോൾ നമ്മുടെ കയ്യിൽ ഒരുപാട് കളേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഗോൾഡൻ കളറ്, പിന്നെ അതുപോലെ നല്ല ഡാർക്ക് കളറ്, ലൈറ്റ് കളറ്, അപ്പോൾ അങ്ങനെ ഒരുപാട് ചെയ്തെടുക്കാം കേട്ടോ. ഞാനിവിടെ കുറച്ച് നല്ല ലൈറ്റ് കളേഴ്സാണ് എടുത്തിട്ടുള്ളത്. ഒരു ബേബി പിങ്ക്, ആ ഒരു കളേഴ്സൊക്കെ അല്ലേ, ഒരു ബേബികളുടെ റൂമിലേക്കൊക്കെ പറ്റിയ ടൈപ്പ് കളേഴ്സാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ അതിൻ്റെ കൂടെ അങ്ങനെ ഇതുപോലെ സിൽവറൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ഒരു ഭംഗി ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങളെ കുട്ടികൾക്ക് ഇഷ്ടമായിട്ടുള്ള കളർ നോക്കിയിട്ട് അതുപോലെ ഒന്നിങ്ങനെ ട്രൈ ചെയ്യാം. എന്നിട്ട് നമ്മളിത് ഇതുപോലെ കുറേ ഇങ്ങനെ ഉണ്ടാക്കിയതിന് ശേഷം നമ്മൾ ബീഡ്സൊക്കെ ഇങ്ങനെ കോർക്കുന്ന പോലെ ഇതുപോലെ ഒന്നിങ്ങനെ ഒരു വൂളൻ ത്രെഡോ അല്ലെങ്കിൽ ജൂട്ട് ത്രെഡൊക്കെ വെച്ചിട്ട് ഒന്നിങ്ങനെ കോർത്തെടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കുറേയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വോളിലൊക്കെ ഡെക്കറേറ്റ് ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. കുട്ടികളുടെ ബർത്ത്ഡേ ഒക്കെ ആവുന്ന സമയത്ത് ഡെക്കറേറ്റ് ചെയ്യാനും അപ്പോൾ അങ്ങനെ നമുക്ക് ഏത് ഒക്കേഷൻ ഉണ്ടെങ്കിലും ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന, കുട്ടികളുടെ റൂമൊക്കെ ഒരുക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടൊരു ക്രാഫ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്കൊരു A4 ഷീറ്റ് പേപ്പറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇതുപോലെ ഗാർലൻഡ്സ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ സാധാരണ ചെയ്യുന്ന ഒരു ഗാർലൻഡിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യാസമായിട്ട് നമ്മൾ ഇതുപോലെ ബോൾ ഗാർലൻഡ് ചെയ്യുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ കുറച്ചുകൂടി ഒരു ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അപ്പോൾ അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ നല്ല ഡിസൈനായിട്ടുള്ള പേപ്പേഴ്സൊക്കെ വെച്ചിട്ടൊക്കെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ ഇവിടെ വന്നിട്ടുള്ളവർ ആരെങ്കിലും നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ. ഞാൻ ദിവാലി സ്പെഷ്യലായിട്ട് 2-3 ക്രാഫ്റ്റും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഉടൻ തന്നെ അത് അപ്ലോഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയുള്ള പിക്ചേഴ്സൊക്കെ അയച്ചത് ഇൻസ്റ്റാഗ്രാമിലേക്കാണ്.